ഇപ്പോഴും ഇവർ പറയുന്നത് ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്താണെന്നൊക്കെയാണ് എം വി ഗോവിന്ദനൊക്കെ പറയുന്നത്. അപ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന പ്രേംകുമാറിനെ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വരുന്നത്. വി എസ് അച്യുതാനന്ദൻ്റെ നിഴലായിട്ട് 15 കൊല്ലക്കാലം ഉണ്ടായിരുന്ന സുരേഷ് കുമാർ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിസ്മയം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ആത്മാവും മനസാക്ഷിയും. തീർച്ചയായിട്ടും. കാരണം ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട് കിടന്നപ്പോൾ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് പോലും ടി പിയുടെ വീട്ടിൽ പോയി രമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാഷ്ട്രീയമായിട്ട് വി എസ് അച്യുതാനന്ദനോട് വിയോജിപ്പുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ വി എസ് അച്യുതാനന്ദൻ എന്ന പിതാവിൻ്റെ പൊട്ടിക്കരച്ചിലാണ് നമ്മൾ അന്ന് കണ്ടത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മനുഷ്യൻ്റെ മനസാക്ഷിയായിട്ട് 15 കൊല്ലക്കാലം ഉണ്ടായിരുന്ന സുരേഷ് കുമാർ ഇന്ന് കോൺഗ്രസിനോടൊപ്പം. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസാക്ഷിയും ആത്മാവും UDF-നോടൊപ്പം. തീർച്ചയായിട്ടും.